ഹലോ. അപ്പൊ ഇന്ന് ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലതൊക്കെ വാരി വലിച്ച് കഴിക്കാനുള്ള ഒരു ആക്രാന്തത്തോടെ ഇരിക്കണം. ഇവിടെ ഒരാൾ കഴിക്കാൻ കൊടുത്തത് പോലും കഴിക്കാതെ കിടപ്പാണ്. നൈറ്റ് ഡ്യൂട്ടി പോലും ചെയ്യാത്ത ഇവൻ എന്തിനാണ് ഈ കാലത്ത് കിടന്നുറങ്ങണം എന്നാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെന്ന് നോക്കുമ്പോഴാണ് ഒരു പഴം ഇരിക്കുന്നത് കണ്ടു. സമാധാനം. ആ പഴത്തിനെ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ? ഇന്നലെ നോക്കുമ്പോൾ ഇതിൽ ഫുള്ള് പഴം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എണീക്കുമ്പോഴേക്കും ഒന്നേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ, പരിപാടിയിലോട്ട് കിടക്കാം. ഒരു ദയദാക്ഷിണ്യം ഇല്ലാത്ത ഞാൻ ആ പഴത്തിന് അങ്ങ് തൊലി ഉരിച്ചു. എന്താ ചെയ്യാൻ പോണെന്ന് പലർക്കും മനസ്സിലായല്ലോ അല്ലേ? അതെ, അത് ഊഹിച്ചത് ശരി തന്നെയാണ്. പഴം പൊരിക്കാൻ പോകും. അങ്ങനെ ഞാൻ എന്റെ വെറിയെല്ലാം ആ പഴത്തിലോട്ട് തീർത്തു കൈസ്. നമ്മൾ വീണ്ടും കാര്യത്തിൽ നിന്ന് വഴുതി മാറുന്നു. ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ചു. ഇനി എന്താ, കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നെയ്യ് ഇതാ ഈ ഒരു പരുവാകുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്റെ വീട്ടിൽ സ്ഥിരം കാഴ്ചയാണ്, പഞ്ചസാര പാത്രത്തിൽ ദേ എപ്പോഴും ഇവന്മാരുണ്ടാവും, ഉറുമ്പുകൾ. എത്ര ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാലും അവന്മാരെങ്ങനെയെങ്കിലും കയറി. അവർക്കും ജീവിക്കണ്ടേ. വീണ്ടും കാര്യത്തിൽ നിന്ന് വഴുതി മാറുന്നു. അങ്ങനെ ചൂടായ പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അതാ ഈ ഒരു പരുവാകുമ്പോൾ അരിഞ്ഞു വെച്ച പഴം അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തിരിച്ചു മറിച്ചിടുമ്പോ ഈ ഒരു കളറാവണ്ട. കാണുമ്പോ തന്നെ കൊതിയാണില്ലേ? അതവിടെ നിൽക്കട്ടെ, നമുക്കിനി കുറച്ച് കാപ്പി ഉണ്ടാക്കാം. എനിക്ക് കട്ടൻ ചായനേക്കാൾ ഇഷ്ടം കാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കാപ്പി ഇതായിരിക്കുന്നു. എന്തോ വാങ്ങിയപ്പോ എങ്ങനെയോ ഒരു ഭാഗ്യത്തിന് ഈ ഒരു ഫോർക്ക് കിട്ടിയതാ. ഇപ്പൊ എന്ത് കിട്ടിയാലും ഇതുകൊണ്ടാ കഴിക്കല്. ഓരോരോ സന്തോഷങ്ങൾ. അങ്ങനെ അതെല്ലാം എടുത്ത് ഞാൻ നേരെ ഹോളിൽ പോയിരുന്നു. ഇനി എന്താ കഴിക്കൽ തന്നെ. ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.